അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. രണ്ടാമത്തെ ചോദ്യം, കണ്ണേറിനെ പറ്റി ഹദീസുകൾ വന്നിട്ടുണ്ടോ എന്നതാണ്. അതിൻ്റെ മറുപടി, കണ്ണേറിനെ സംബന്ധിച്ച് ഹദീസുകൾ വന്നിട്ടില്ല. പക്ഷേ അതിനു ഹക്കുൻ, അഥവാ ആ കണ്ണ്, അസൂയക്കണ്ണ് സത്യസന്ധമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിനെ കണ്ണേറായി ദുർവ്യാഖ്യാനം ചെയ്യാറാണ് പതിവ്. അല്ല അതിനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ അക്കണ്ണ്, ആ പ്രത്യേകമായ കണ്ണ്. അല്ല എന്ന് പറഞ്ഞാൽ മഅരിഫൻ്റെ അടയാളമാണ് അലിഫുലാമ് ചേർക്കൽ ഒരു ഇസ്മിനോടൊപ്പം. അപ്പം അല്ല അതിനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ ആ കണ്ണ് അഥവാ അസൂയക്കണ്ണ് ഹക്കുൻ, അത് സത്യമാണ് എന്നതാണ്. അത് ശരിയാണ്. പക്ഷെ അത് ആ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇപ്പം അറസു ഹക്കുൻ എന്ന് പറഞ്ഞാൽ തലയേറ്, തല കൊണ്ട് ആരെയും എറിയാറുണ്ടോ? ഇല്ല. തലയേറ് സത്യമാണെന്ന് പറയും. അത് ഭാഷാപരമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ തെറ്റാണ് അർത്ഥം. അതുപോലെ അൽ ഫമു ഹക്കുൻ എന്നൊരാൾ പറഞ്ഞാൽ വായേറ് സത്യസന്ധ, വായ കൊണ്ട് ആരെങ്കിലും എറിയാറുണ്ടോ? ഇല്ല. അതുപോലെ അൽ അൻഫു ഹക്കുൻ, മൂക്കേറ്. അൽ അൻഫ്, അൽ അയിനു കണ്ണാറാണെങ്കിൽ അൽ അൻഫു മൂക്കേറാകണം. അപ്പോൾ മൂക്കേറ് സത്യമാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. മൂക്കൊണ്ട് ആരും എറിയാറില്ല. അൽ ലിസാനു ഹക്കുൻ, നാക്കേറ് സത്യസന്ധമാണ്. നാക്കുകൊണ്ട് ആരെങ്കിലും എറിയാറുണ്ടോ? ഇല്ല. അപ്പോൾ കണ്ണാറിന് അറബി ഭാഷയിൽ പറയാം റമ്യൽ ഐന് എന്നാ പറയാം. ഇനി ഈ വിഷയത്തിൽ വന്ന ഹദീസുകൾ പലതും ലളീഫാണ്. ചിലത് മുൽത്തരിബാണ്, ആശയക്കുഴപ്പമുള്ളതാണ്. ചിലത് ലളീഫാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മു സലമയിൽ വന്നൊരു ഹദീസ് നോക്കുക. ബുഖാരിയും മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതൊക്കെ തന്നെയാണ്. അന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ ഫീ ബൈതിഹാ ജാരിയതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവളുടെ വീട്ടിൽ, ഉമ്മു സലമയുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ഫീ വജീഹാ സഫാത്തുൻ, അവരുടെ ആ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു അടയാളമുണ്ട്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തർഖൂലഹ, അവൾക്ക് വേണ്ടി നിങ്ങൾ മന്ത്രിപ്പിക്കണം. ഫൈന ബിഹൻ നെല്ലറത്തോ, അത് നോട്ടം കാരണം, കണ്ണേറ് കാരണം വന്നതാണ്. അപ്പം കണ്ണേറ് നോട്ടം എന്ന നിലയിലുള്ള ഏക ഹദീസ് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ബുഖാരി 739 ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിം 2197 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് മുൽത്തരിബാണ്. ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്. പ്രമുഖ ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഖാല ഇബ്രാഹിമുൽ ഹർബി ഹുവ ഇബ്രാഹിമുൽ ഹർബി പറഞ്ഞു, ഹുവ, അത്, ആ അടയാളം, സവാദുൻ, അത് കറുത്ത നിറാണെന്ന മൂപ്പര അഭിപ്രായം. അപ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു കറുത്ത നോട്ടം കാരണം ഉണ്ടായ ഒരു അടയാളം, കറുത്ത അടയാളം വന്നു എന്നാണ്. വാനിൽ അസ്മഴി ഹുംറത്തുൻ, എന്നാൽ അസ്മഴയുടെ അഭിപ്രായ പ്രകാരം ആ അടയാളം ചുവപ്പാന്നാണ്. അപ്പം ഒരഭിപ്രായം പിന്നെ കറുപ്പ്, മറ്റൊരു അഭിപ്രായം ചുവപ്പ്. വക്കീല സുഫ്രത്തുൻ, മൂന്നാമതൊരു അഭിപ്രായം മഞ്ഞ നിറമായിരുന്നു എന്ന അഭിപ്രായമുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. വക്കീല സവാദും ലൗനിൻ ആഖറ, മറ്റൊരു നിറത്തോടു കൂടിയ കറുപ്പ് നിറാണെന്നും അഭിപ്രായമുണ്ട്. വക്കാല ഇബ്നു ഖുതൈബ പറഞ്ഞു, ലൗനുൻ യുഖാലിഫു ലൗനൽ വജ്ഹി, ആ പെണ്ണിൻ്റെ മുഖത്തുണ്ടായിരുന്ന നിറം യഥാർത്ഥ നിറത്തെ വ്യത്യാസപ്പെടുത്തുന്നതാണ്. അപ്പോൾ 5 അഭിപ്രായങ്ങളാണ് ഇത്. ആകെ ഇത്തിറാബുണ്ട് ഇതിൽ.
മുൽത്തരിബായ ഹദീസ് ഇസ്ലാമിന് തെളിവല്ല എന്നാണ് ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫത്ഹുൽ ബാരി 13-ാം വാല്യം 110, 111 പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ ഹദീസിനെ കുറിച്ച് ഇമാം നവവിയും പറഞ്ഞിട്ടുണ്ട്. വഹാദൽ ഹദീസു, ഈ ഹദീസ് മിമ്മസ്തദ്റകഹു ദാറഖ്തുനിയു അലൽ ബുഖാരി വ മുസ്ലിം ലിഇല്ലത്തിൻ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിനെ ഇമാം ദാറഖ്തുനി കണ്ടെത്തിയിട്ടുള്ളത് ദോഷമുള്ള, രോഗമുള്ള ഹദീസായിട്ടാണ്, അംഗീകരിക്കാൻ ലഈഫായ ഹദീസായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഫീഹി ഖാല റവാഹുൽ ഉഖൈലി, ഉഖൈലി ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുള്ളത് അനി സുഹരി, സുഹരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് അൻ ഉർവത, സുഹരി ഉർവയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളത് മുർസലൻ, പരമ്പര മുറിഞ്ഞ അവസ്ഥയിലാണ്. വഖാല ദാറഖ്തുനിയോ, ഇമാം ദാറഖ്തുനി പറഞ്ഞു വാസനത അബൂ മുആവിയ, അബൂ മുആവിയ പരമ്പരയോടുകൂടി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും വലാ യസ്ഹിഹു, ഈ ഹദീസ് സഹീഹല്ല. ഇത് ഇമാം നവവിയാണ് പറഞ്ഞത്, സഹീഹല്ല. മർക്കസ് ദേവക്കാരും അല്ല പറഞ്ഞത്, ഇമാം നവവി ശറഹ് മുസ്ലിം 7-ാം വാല്യം 443-ാം പേജ്. മറ്റ് കണ്ണേറിന് ഉദ്ധരിക്കാറുള്ളൊരു ഹദീസ് അഊദു ബി കലിമാത്തില്ലാഹി താമത്തി മിൻ കുല്ലി ഐനിൻ ലാമ്മ, ആക്ഷേപകരമായ എല്ലാ കണ്ണുകളിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് സമ്പൂർണമായിട്ട്, അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു. ബി കലിമാത്തില്ലാഹി താമത്തി, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നത്. മിൻ കുല്ലി ഐനിൻ ലാമ്മ, ആക്ഷേപാർഹമായ എല്ലാ കണ്ണുകളിൽ നിന്ന്. ഇതിന് ഇബ്നു ഹജർ റഹ്മത്തുള്ള ഇവിടെ തഫ്സീർ കൊടുക്കുന്നത്, ഇതിന് പലരും തഫ്സീർ കൊടുത്തുള്ളത് ഐനുൽ ലാമത്ത് ഐനുൽ ആസിദാണ്. അസൂയ കണ്ണിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുന്നു എന്നതാണ് ഇമാം ബുഖാരിയുടെ ഹദീസിന് പലരും വ്യാഖ്യാനം കൊടുത്തുള്ളത്. ഇബ്നു ഹജർ റഹ്മത്തുള്ള വ്യാഖ്യാനം കൊടുത്താൽ മുറാദ് ബിഹി, ഐനുൽ ലാമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? കുല്ലദ്ദാഇൻ വ ആഫത്തിൻ, എല്ലാ രോഗങ്ങളിൽ നിന്നും ആഫത്തിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ള തൻ്റെ ഫത്ഹുൽ ബാരി 8-ാം വാല്യം 202-ാം പേജിൽ ഉദ്ധരിക്കുന്നത്. പിന്നെ ഹദീസിനുള്ള മറ്റൊരു ദോഷം എന്ന് പറഞ്ഞാൽ ഇസ്തർഖൂലഹ ഫൈന്ന ബിഹൻ നെളറത്ത്, അവൾക്ക് വേണ്ടി നിങ്ങൾ മന്ത്രിപ്പിക്കണം. തീർച്ചയായും അവൾക്ക് നോട്ടം സംഭവിച്ചതാണ്. മന്ത്രിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹനം നൽകിയിട്ടില്ല. കാരണം ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, 70 അൽഫൻ യദ്ഖുലൂന അൽ ജന്നത ബിഗൈരി ഹിസാബിൻ, 70,000 ആൾക്കാർ യാതൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ല, അവരാരാ? ഒരു കൂട്ടര് അല്ലദീന ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാത്തവരല്ല. മന്ത്രം ഇസ്ലാമിൽ സുന്നത്താണ്, മന്ത്രിപ്പിക്കാത്തവരാണ്. അപ്പോൾ മന്ത്രിപ്പിക്കാത്തവർ സ്വർഗത്തിൽ കിടക്കുന്ന എന്നാ റസൂലുള്ള പറഞ്ഞത്. അപ്പോൾ മന്ത്രിക്കൽ ഇസ്ലാമികമായിട്ട് ശരിയല്ല. ഇത് ഇമാം ഗസാലി നസായിൽ നിന്നും ഒക്കെ ഹദീസുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അബൂദാവൂദിൽ നിന്നും നസായിൽ നിന്നൊക്കെ. ഇമാം ബുഖാരി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലും അതിനെ സംബന്ധിച്ച്, മന്ത്രിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഹദീസുകൾ അവർ അള്ളാഹുൽ തവക്കുൽ ചെയ്യാത്തവരാണ് എന്ന നിലയിൽ ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇനി വേറൊരു ഹദീസ് ഈ വിഷയത്തിൽ വന്ന ലഈഫ ഹദീസ്, കണ്ണാറ് എന്ന് പിന്നെ പറയപ്പെടുന്ന ഹദീസ്, അതുമാത്രമേ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് ഖിസ്സത്തു സഹ്ൽ ഇബ്നു ഹുനൈഫ്. സഹ്ൽ ഇബ്നു ഹുനൈഫിൻ്റെ ഒരു കഥ ഉണ്ട്.
ഹദീസുകളിൽ. അതായത് സഹ്ൽ ഇബ്നു ഹുനൈഫ് ആമിർ ഇബ്നു റബീഅത്തിൻ്റെ ചില വാക്കുകൾ കേട്ടിട്ട് ബോധം കെട്ട് വീണു. അവിടെ നോട്ടല്ല, ഇയാൾ സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ബോധം കെട്ട് വീണുന്നത് ഹദീസിൽ. അവിടെ കണ്ണേറെ സംബന്ധിച്ച് പരാമർശമില്ല. കണ്ണേറെ സംബന്ധിച്ച് പരാമർശമില്ല, സംസാരമാണ്. അതായത് ആമിർ ഇബ്നു റബീഅ സഹ്ൽ ഇബ്നു ഹുനൈഫിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ബോധം കെട്ട് വീണത്. ഇനി ഇത് അസൂയയാണ്. ഇതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത് വിശുദ്ധ ഖുർആൻ്റെ ഏത് അധ്യായത്തിലാണ് പറഞ്ഞത്? വൈ യക്കാദുല്ലദീന കഫറൂ ലിയസ്ലിഖൂക, സത്യനിഷേധികൾ താങ്കളെ വഴുതി വീഴ്ത്തുമാറാക്കിയിരിക്കുന്നു, ബി അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട്. ലമ്മാ സമിഉ ദിക്റ, അവർ ഖുർആൻ കേട്ടപ്പോൾ. ഇത് സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ വചനമാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബിമഅന യഹ്സദൂന ബിബുഗ്ളിഹിം ഇയ്യാക. ഈ ആയത്തിന് ബുഖാരിയും മുസ്ലിമും കൊടുത്ത അർത്ഥം യഹ്സദൂന ബിബുഗ്ളിഹിം ഇയ്യാക, താങ്കളോടുള്ള കോപം കാരണം അവർ താങ്കളോട് അസൂയ കാണിക്കുന്നു, കണ്ണേർ ഇവിടെയില്ല എന്നാണ് ഈ ആയത്തിന് തഫ്സീറിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ചത് ആരിൽ നിന്നാണ്? ഹിശാം ഇബ്നു അമ്മാറിൽ നിന്നാണ്. ആ ഹിശാം ഇബ്നു അമ്മാറിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്വൽ ബാരിയുടെ മുഖദ്ദിമ 702-ാം പേജിൽ പറഞ്ഞത്, വഖാല അബൂദാവൂദ് പറഞ്ഞു, വഖദ് ഹദ്ദസ ഹിശാമുൻ മിൻ 400 ഹദീസിൻ, 400ഓളം ഹദീസുകൾ ഹിശാം ഇബ്നു അമ്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ലൈസ ലഹ അസ്ലുൻ, അതിന് ഒരു അടിത്തറയില്ല, അടിസ്ഥാനമില്ല. അപ്പം 400ഓളം നിർമ്മിത ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയ വ്യക്തിയാണ് ഈ സംഭവം, ഈ കഥയും. അതായത് സഹ്ൽ ഇബ്നു ഹുനൈഫിൻ്റെയും പിന്നെ ആമിർ ഇബ്നു റബീഅയുടെയും ഹദീസ് ഉദ്ധരിക്കുന്നത് 400ഓളം ഹദീസുകൾ നിർമ്മിച്ചുണ്ടാക്കിയ ഹിശാം ഇബ്നു അമ്മാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്വൽ ബാരിയുടെ മുഖദ്ദിമ 702-ാം പേജ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കണ്ണേറിനെ സംബന്ധിച്ചുള്ള ചില ഹദീസുകൾ കണ്ണേറായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. ചില ഹദീസുകൾ ലഈഫുമാണ് കണ്ണേറിനെ സംബന്ധിച്ച്. അല്ല, കണ്ണേറ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസിലും ഖുർആനിലോ ഹദീസിലോ ഒരു പ്രയോഗമില്ല എന്ന് നാം മനസ്സിലാക്കണം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.